എനിക്കൊരു ചാർജ് തരാത്തത് ഞാൻ സൂചിപ്പിച്ചതിന്റെ പേരിൽ എന്നെ ഈ തരത്തിൽ ആക്രമിക്കുന്ന എന്റെ പിതാവിനെ ആക്രമിക്കുന്നു. കോൺഗ്രസ്സുകാരാണ് ഞാൻ കരുതില്ല, അവനെ ആക്രമിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരായ വ്യക്തി ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ മാനസികത്തിലെ കലവറയും അദ്ദേഹത്തെ ആക്രമിക്കുന്നില്ല. ചാണ്ടി ഉമ്മൻ ഒരുങ്ങി തന്നെയാണ്. ഇന്ന് പുതുപ്പള്ളിയിൽ വെച്ച് നടന്ന ഒരു പൊതുപരിപാടിക്കിടെ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് വികാരാധീനനായിട്ടാണ് ചാണ്ടി ഉമ്മൻ സംസാരിക്കുന്നത്. നീയൊക്കെ കോൺഗ്രസ്സുകാരനാണോ എന്ന രീതിയിലുള്ള ചോദ്യമാണ് അവിടെ ചാണ്ടി ഉമ്മൻ ഈ ആക്രമണം നടത്തുന്നവരോട് ചോദിക്കുന്നത്. ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും അനുകൂലികളായി നിൽക്കുന്നവരാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മനെതിരെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ നോക്കിയാണ് ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നത്, നീയൊക്കെ കോൺഗ്രസ്സുകാരനാണോ എന്ന്. അത്ര രൂക്ഷമായിട്ടും വികാരാധീനനായിട്ടുമാണ് പുതുപ്പള്ളി നടന്ന പൊതുപരിപാടിക്കിടെ ചാണ്ടി ഉമ്മൻ സംസാരിക്കുന്നത്. കോൺഗ്രസിനകത്ത് ഒരു പടപ്പുറപ്പാട് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. താൻ പറഞ്ഞ കാര്യത്തിനകത്തൊന്നും അദ്ദേഹം പുറമോട്ട് പോയിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ്. അത് വീണ്ടും ഈ പ്രസംഗത്തിനിടയിലും ചാണ്ടി ഉമ്മൻ ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിന്റെ പൊതു സ്വഭാവം വിവാദം ഉണ്ടാക്കിയിട്ട് വലിയൊരു പരിപാടിയുണ്ട്. കൊട്ടേഷൻ സംഘം, ഒരു കൊട്ടേഷൻ സംഘത്തെ അയച്ചിട്ട് ഞാൻ കോൺഗ്രസ് അല്ല BJP എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഇന്ന് രാവിലെ ഒരു കൊട്ടേഷൻ സംഘം അംഗീകരിക്കുക. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ പറഞ്ഞിട്ട് എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ ഞാൻ BJP ചേർന്ന് പറഞ്ഞു. ഇത്ര അസഹിഷ്ണുതായതിനെ പറ്റുമോ? ഇത്ര ക്ഷമയില്ലായ്മ കോൺഗ്രസ്സുകാർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്നവരെ കോൺഗ്രസ് ആയിരിക്കില്ല. എന്റെ പിതാവിനെ പറ്റി പറയുന്നു, എന്റെ പിതാവിനെ അവമാനിക്കുന്നു. ഒന്നും പേപ്പർ സാപ്പോ നിങ്ങൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ ഉമ്മൻചാണ്ടി ആക്ഷേപിക്കുമോ? എന്നെ ആക്ഷേപിച്ചു. എന്റെ പിതാവിനെ കല്ലറെ ആക്ഷേപിക്കുമോ? മനോവിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം, 45ഓളം പഞ്ചായത്തുകൾ, 2 അസംബ്ലി, ഒരു പാർലമെന്റ് രംഗത്തുണ്ട്. 40ഓളം പഞ്ചായത്ത്. എനിക്കൊരു പഞ്ചായത്ത് പോലും തന്നില്ല. എന്റെ അച്ഛൻ വന്നപ്പോൾ 2 MLA ഒരു പഞ്ചായത്ത് സലി ജോസഫ് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് പോലും ഞാനൊരു MLA അല്ലേ? പുതുപ്പള്ളി ജനങ്ങൾ എന്നെ കയ്യിൽ സ്വീകരിച്ചതല്ലേ? ഞാൻ നിങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനവും നടത്തിയിരിക്കുന്നത്. ഈ നാട്ടിൽ ഐക്യം ഉണ്ടാകുവാൻ, സമാധാനം ഉണ്ടാകുവാൻ, ഇവിടുത്തെ കുട്ടികൾക്ക് നന്മ ഉണ്ടാകുവാൻ ഞാൻ ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഈ നാട്ടിൽ സമാധാനം ഉണ്ടാകും, മതത്തിന് സംഘർഷം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ വലിയ മഹത്വങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു. അത് ലോകമെമ്പാടും എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അത് പറഞ്ഞ് പോകുമ്പോൾ ഇവിടെ ഈ തരത്തിലുള്ള ആക്ഷേപമാണ്. ഞാനൊന്നും പറഞ്ഞില്ല. 45 സ്ഥലങ്ങൾ ചാർജ് ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്തു. എനിക്കൊരു ചാർജ് തരാത്തത് ഞാൻ സൂചിപ്പിച്ചതിന്റെ പേരിൽ എന്നെ ഈ തരത്തിൽ ആക്രമിക്കുന്ന എന്റെ പിതാവിനെ ആക്രമിക്കുന്നു. കോൺഗ്രസ്സുകാരാണ് ഞാൻ കരുതില്ല, അവനെ ആക്രമിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരായ വ്യക്തി ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ മാനസികത്തിലെ കലവറയും അദ്ദേഹത്തെ ആക്രമിക്കുന്നില്ല. ദൈവത്തെ ഓർത്ത് ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ മനോവിഷമമാണ്. കാരണം എന്റെ പിതാവ് എന്റെ ജീവിതത്തിൽ എല്ലാമാണ്. എന്നെ അദ്ദേഹം രാഷ്ട്രീയമായി യാഥാർത്ഥ്യം ഒരു സാഹചര്യമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഇതിലോട്ട് വന്നിട്ട് പോലില്ല. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇലക്ഷൻ വരുന്നതല്ലാതെ ഞാനൊരു നേട്ടം ഉണ്ടാക്കാനും ഞാനോട് വന്നിട്ടില്ല. ഞാനൊരു നേട്ടവും രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. എന്റെ പിതാവിന്റെ പേരിൽ ഞാനൊരു നേട്ടം ഉണ്ടാക്കില്ല. പക്ഷെ ഞാൻ ഈ പാർട്ടിയെ സ്നേഹിച്ച വ്യക്തിയാണ്. ഈ പാർട്ടിക്ക് വേണ്ടി എന്റെ നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി, ഈ രാജ്യത്ത് ഐക്യമുണ്ടാകാൻ വേണ്ടി 4000 കിലോമീറ്റർ അതേപോലെ നടന്ന വ്യക്തിയാണ്. ഈ പാർട്ടി എന്റെ ജീവനാണ്. എന്റെ പിതാവിന്റെ ജീവനായിരിക്കുന്ന പോലെ പാർട്ടി എന്റെ ജീവനാണ്. എന്റെ പിതാവിനെ ആക്ഷേപിക്കുമ്പോൾ അത് കോൺഗ്രസ്സുകാരെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വളരെ വിഷമത്തോടാണ് ചില കമന്റുകൾ കാണുന്നത്. കോൺഗ്രസ്സുകാർ ചെയ്യത്തില്ല എന്നുള്ളതാണ് എന്റെ ഉച്ച വിശ്വാസം. കോൺഗ്രസിന്റെ പേരിൽ മറ്റുള്ളവർ ചെയ്യുന്നതായിരിക്കാനേ വഴിയുള്ളൂ. ഇത് ശരിയായിട്ടുള്ള ഒരു നിലപാടല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു.
നമുക്ക് അതുകൊണ്ട് തന്നെ അസഹിഷ്ണുതമാണ്. ഗാന്ധി കാണിച്ചതെന്ന മാർഗം അസഹിഷ്ണുതയല്ല, സ്നേഹത്തിന്റെയാണ്. ഞാനിവിടെ ഇവിടെ വന്നതിന് ശേഷം ലാൻഡ് ചെയ്തതിനു ശേഷം ഞാൻ ആദ്യം പോയത് വീട്ടിലാണ്. അതിനുശേഷം പോയത് ഞാൻ ശിവഗിരിക്കാണ് പോയത്. ആ ശിവഗിരിക്കുന്നിൽ ഗുരുദേവന്റെ അനുഗ്രഹം തേടിയാണ് ഞാൻ അവിടെ എത്തിയത്. കാരണം ആ ഗുരുദേവൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ലോകം മുഴുവൻ പോയി ആ പരിശുദ്ധ പിതാവിലൂടെ കാണുവാനും ആ സന്ദേശം എത്തിക്കുവാൻ സാധിച്ചത്. ആ ഗുരുവാണ് എന്നെ നയിക്കുന്നത്. ഗുരുദേവന്റെ അനുഗ്രഹം തേടുവാൻ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാചകം ഞാൻ എന്താണ് ശ്രദ്ധിക്കുന്നത്? ഈ ഗുരുദേവൻ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തുവിനെ പോലെ നിങ്ങൾ പേഷ്യൻസ് ഉള്ളവരായി തീരുക. ഗുരുദേവന്റെ വാക്കുകൾ, ആ വാക്കുകൾ എന്നെ പിടിച്ച് വീണ്ടും ഒന്ന് വെച്ചു. അതേപോലെ ഞാൻ പേഷ്യന്റ് ആണോ അല്ലാതെ പറയുന്നു. അതാണ് നമ്മളെല്ലാം ആവാൻ ശ്രമിക്കുന്നത്. പരസ്പരം ക്ഷണിക്കുവാൻ സഹിക്കുവാൻ. ഞാൻ ആരോട് വിരോധം വെച്ചു കൊടുക്കുന്നത്, പക്ഷെ എന്റെ പിതാവിന് നിങ്ങൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇത് ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ ആ വിഷയത്തിൽ വഴിമാറി പോയെങ്കിലും അത് എന്റെ പിതാവിനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളും പോലെയാണ് സ്നേഹിക്കുന്നത്. എനിക്കറിയാം, പുതുപ്പള്ളിയിലെ ഓരോ സാധാരണക്കാരനും, പുതുപ്പള്ളി മാത്രമല്ല കേരളത്തിലെ ഓരോ സാധാരണക്കാരനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്നെ ജയിപ്പിച്ചത്. എനിക്ക് വേണ്ടി പാർട്ടിക്കാർ വന്നത്, കോൺഗ്രസ്സുകാര് ഇവിടെ വന്നത്, ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം നടക്കില്ല. എനിക്ക് ലോകത്ത് എവിടെ പോയാലും കിട്ടുന്ന അംഗീകാരം ഉമ്മൻചാണ്ടിയുടെ മകനെന്ന പേരിലാണ്, എന്റെ പേരിലാണ്. യാഥാർത്ഥ്യം. അത് അദ്ദേഹത്തെ പരമാവധി നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിച്ചതാണ്. അതിന് ഞാൻ കുറെ കുറ്റങ്ങൾ. എന്റെ പിതാവിന്റെ മരണത്തിൽ പോലും ഒന്ന് ദൂഷിക്കാൻ പോലും അവസരം തരാൻ, അദ്ദേഹത്തിന്റെ രോഗത്തിൽ പോലും ഇവിടെ വാർത്തയാക്കുക. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ വൈകാരികമായി. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി അതുപോലെ തന്നെയാണ്. എന്റെ ജീവൻ വേണേ പറയാം, പക്ഷെ കോൺഗ്രസ്സുകാരെ തന്നെ ജയിക്കും, കോൺഗ്രസ്സുകാരെ തന്നെ ഒഴിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആര് പറഞ്ഞു വെച്ചാലും അങ്ങനെ പോകുന്നതല്ല. ഇത് എന്റെ വീടാണ്, നിങ്ങൾക്ക് വേണം പോവാം. പ്രിയപ്പെട്ടവരെ, കേരള സ്റ്റേറ്റ് സർവീസ് കമ്മീഷണേഴ്സ് അസോസിയേഷൻ ഇന്ന് 40ാം വാർഷികം ആഘോഷിക്കുന്നു. എല്ലാവിധമായ ആശംസകൾ നേരുകയാണ്. ഇവിടെ ചെറിയൊരു പരിഭവം എന്നോടുണ്ടെന്ന് എനിക്കറിയാം. ആ പരിഭവം ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇനി കോൺഗ്രസുകാരുടെ പരിപാടിയിൽ മാത്രമേ ഞാൻ പങ്കെടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണം. പക്ഷെ അവരെയും കൂടെ ചേർത്ത് നിർത്താൻ ഒരു ശ്രമം നടക്കും. അവരുടെ കോൺഗ്രസ്സുകാർ, കാരണം അവിടെ ഒത്തിരി സീനിയർ കോൺഗ്രസ്സുകാർ ഇരിക്കുന്നതാണ്. സീനിയർ കോൺഗ്രസ്സുകാരെ ഞാൻ രണ്ടുപേരിൽ നിന്നാണ്, ഒരാളെ രണ്ടുപേരെ മുമ്പ് മേടിച്ചിട്ടാണ് ഞാൻ പോയത്. വളരെ സീനിയറാണ്. അപ്പൊ അവരെ മതത്തെ എങ്ങനെ പോകും എന്നുള്ള വിഷമത്തിലാണ് എനിക്ക് പോയി പോകുന്നത്. അവരെ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ കൂടി ശ്രമിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അവരെ കൂടെ നമ്മൾ ഒരു യോജിപ്പിൽ എത്തിച്ച് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ്, ഇതുപോലൊരു ഗവൺമെന്റ് കേരളത്തിൽ പിടിച്ചിട്ടുണ്ട്. ഇന്നലെ ടീക്കോ, ഞാനിത് രണ്ട് കാര്യം പറയാനുള്ളത്, സ്മാർട്ട് സിറ്റിയും അതുപോലെ തന്നെ വൈദ്യുതി ചാർജ് വർധന. ആ വൈദ്യുതി ചാർജിന്റെ വർധന ഉമ്മൻചാണ്ടി സർക്കാർ 4 രൂപ 29 പൈസക്കാണ് ഇവിടെ വൈദ്യുതി മേടിച്ചുകൊണ്ടിരുന്നത്. ദീർഘകാല കരാർ കൊടുത്തു, 40 വരെ, 2040 വരെ, 2040 വരെ കരാർ കൊടുത്തു. ആ കരാറിന്റെ കാലയളവ് പകുതി വെച്ച് പുതിയ കരാർ കൊടുത്തു. എന്നിട്ട് അത് വീണ്ടും കട്ട് ചെയ്തിട്ട് പഴയ കരാറിലോട്ട് പോയി. അപ്പോ കരാറുകാർക്ക് അവസരമായി കോടതിയിൽ പോകാൻ സ്റ്റേ മേടിക്കാൻ. അതോടെ ആ കരാറിൽ ഒഴിവായി. കരാറുകാരെ സഹായിക്കുന്ന സർക്കാർ. അതുപോലെ സ്മാർട്ട് സിറ്റി 1 ലക്ഷം ചെറുപ്പക്കാർക്ക് വേണ്ടി ജോലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. ആ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ വലിയ ദീർഘവീക്ഷണത്തിൽ നടപ്പാക്കിയതാണ്. അതിനെ ഇല്ലാതാക്കി. പക്ഷെ അതിനകത്ത് ക്ലോസ് ഉണ്ട്. എന്താ? സ്മാർട്ട് സിറ്റി നടപ്പാക്കിയെങ്കിൽ ടീക്കോ സർക്കാരിന് നഷ്ടപരിഹാരം കൊടുക്കണം. സർക്കാരിനോട് പോരാട്ടം. പെൻഷനുകാരുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ അവസ്ഥ എല്ലാം ഇന്നും 4 മാസമായി ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഇങ്ങനൊരു ഗവൺമെന്റ് കേരളത്തിൽ കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും ആ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം
നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാവിലെ ഈ പത്രക്കാരെ കണ്ടതുകൊണ്ടാണ് അല്പം വൈകിയത്. ആ ഒരു ഖേദം കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Thank you.